ഒരുപിടി ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാനുണ്ട് ഈ ചർച്ചയിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യുവരാജ് ഗോകുൽ ഉന്നയിച്ച വിഷയം. ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്താൻ ബോധപൂർവം ഒരു ഇടപെടൽ നടന്നു. അതിനു മുൻപ് ഒരു ഡീൽ ഉണ്ടായി. അങ്ങനെയാണ് തൃശ്ശൂരിൽ ഒരു MP അവർക്ക് കിട്ടിയത് എന്നതാണ് ആരോപണമെങ്കിൽ, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് എത്രയോ മുൻപ് CPI MLA ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇടപെടൽ, അതോടൊപ്പം ഈ തറവാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി തൃശ്ശൂർ പൂരത്തിലെ കാര്യങ്ങളിൽ ഇടപെടാൻ നേരത്തെ മുതൽ നടന്നിട്ടുള്ള ശ്രമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യുവരാജ് ഗോകുൽ ആ വിവാദത്തിൻ്റെ ആ യുക്തിയെ തകർക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ കെ മുരളീധരൻ്റെ ബാലഗോകുലത്തിലെ സാന്നിധ്യത്തെക്കുറിച്ചും ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. VD സതീശൻ പങ്കെടുത്ത ചടങ്ങിൻ്റെ ഒക്കെ, അതിലേക്ക് നമുക്ക് വരാം. എന്താണ് മറുപടി? ശ്രീ ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പൂരം നടക്കുന്നതിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി ഇത്തവണയാണ് ഏറ്റവും രൂക്ഷമായ രൂപത്തിലുള്ള പ്രശ്നം അവിടെ ഉണ്ടായത്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് നടപടി. ആ നടപടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഒരു നടപടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട മന്ത്രിമാരും അതോടൊപ്പം തന്നെ ADGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും നിൽക്കുമ്പോഴാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തിയത്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. ആ ചോദ്യത്തിനാണ് ഈ പറയുന്ന രൂപത്തിലുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി RSSനെ സംബന്ധിച്ചിടത്തോളം RSSന് എന്ത് ഹിന്ദുക്കളുമായി എന്ത് ബന്ധമാണ്? ഈ RSS എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഹിന്ദുക്കളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും നമുക്കറിയാം, ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ക്ഷേത്രം ഉണ്ടാക്കി അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഹിന്ദു മത വിശ്വാസത്തിന് യോജിക്കാത്ത കാര്യങ്ങളാണ് നടത്തി. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ രാമനെ ആയാലും അതോടൊപ്പം പൂരമായാലും എല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് RSSന്റെ ഒരു ലക്ഷ്യമാണ്. അവിടെ വിശ്വാസമില്ല, അവിടെ സനാതന ധർമ്മമില്ല, അവിടെ ഹിന്ദു വിശ്വാസമില്ല. വിജയത്തിന് വേണ്ടി, രാഷ്ട്രീയമായ വിജയത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ RSSന് വിധേയമായി നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ഭയമാണ്. അത് പാഴൂർ പടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താ ഭയം? അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ആരുടെ കയ്യിലുണ്ട്? ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യം എണ്ണ എന്ന് വരപ്പിക്കുകയാണ് ഈ BJPയുടെ കേന്ദ്ര നേതൃത്വം പിണറായി വിജയനെ കൊണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിനിടയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും പ്രത്യേകിച്ച് ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു വികാരം, ആ വൈകാരികത മുതലെടുക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അതിന് BJPയും അതോടൊപ്പം തന്നെ സംഘപരിവാറും CPM-ഉം ഈ നേരത്തെ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ TN പ്രതാപൻ MP ആയിരുന്ന സമയത്ത് MP എന്ത് ചെയ്തു എന്ന് യുവരാജ് ഗോകുൽ ചോദിച്ചു. അല്ല, MP എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, CPIയുടെ MLA അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളാണോ അതിന് മറുപടി പറയേണ്ടത്? അത് CPIയോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞങ്ങൾ അവിടെ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവിടെ തൃശ്ശൂർ പൂരത്തിനുമായി ബന്ധപ്പെട്ട് നടക്കുക ആചാര ലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയം അവിടെ ഉണ്ടായിരുന്നല്ലോ. നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആൽമരത്തിന്റെ കമ്പുകൾ മുറിച്ചു മാറ്റിയത് വലിയ വിവാദമായിരുന്നല്ലോ. അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുമായിരുന്നോ? വനരാജാവായി കാണുന്ന ആൽമരത്തിന്റെ കമ്പ് മുറിച്ചു മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് പ്രസംഗിക്കാൻ, പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരത്തിന്റെ അതുമായി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലുള്ള ആ മൈതാനത്തുള്ള ആൽമരം മുറിച്ചു മാറ്റിയതും BJPക്കാരല്ലേ വിശ്വാസത്തിന്റെ ഭാഗമായി പറയുന്നവർ അത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും, ഇവർക്ക് ജയം കിട്ടുന്നതിന് വേണ്ടി ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് സംഘപരിവാറിനും CPM-നും കൈകഴുകി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. പ്രതാപൻ എന്ത് ചെയ്തു, പ്രതാപൻ എന്ത് ചെയ്തില്ല? ഞങ്ങളൊരു പ്രതിപക്ഷ പാർട്ടിയുടെ MP ആണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം നന്നായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണവും കോൺഗ്രസ് പാർട്ടിയും MP എന്നതിൽ TN പ്രതാപനും നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അവിഹിതമായി എന്തെങ്കിലും ഇടപാട് അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു കാര്യവും, അനിഷ്ടമായ ഒരു കാര്യവും ഞങ്ങൾ അവിടെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ശ്രീ കെ മുരളീധരനും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പരിപാടിയിൽ പോയി എനിക്ക് കൃത്യമായി അറിയില്ല. കെ മുരളീധരനെ പോലെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞതാണ്, അത് വസ്തുതയുമാണ്. 2006 പറവൂരിലെ മനക്കപ്പടിയിലെ RSSന്റെ ഒരു പരിപാടിയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോയി അവിടെ MS ഗോൾവൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഒരു നിലവിളക്ക് കത്തിക്കുന്ന ചിത്രമുണ്ട്. അത് പുറത്തു വന്നിട്ടുണ്ട്. അല്പസമയത്ത് നമുക്ക് കാണിക്കാം. വിജു, അതെ, ആ ചിത്രം കാണിക്കാം. ഇതാ നോക്കൂ,
ഇതാണ് ആ ചിത്രം. ഇത് 2006 പറവൂരിലെ മനക്കപ്പടിയിലെ RSSന്റെ പരിപാടിയാണ്. ആ ചിത്രത്തിൽ അതിനോടൊപ്പം ഒരു ചിത്രം കൂടിയുള്ളത് 2013 സംഘപരിവാർ സംഘടനയാണ്. ഭാരതീയ വിചാര കേന്ദ്രം പി പരമേശ്വരൻ്റെ അധ്യക്ഷതയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഈ പറയുന്നത് സംഘപരിവാർ നേതാക്കളാണുള്ളത്. ആദ്യത്തേത് കുറെ കൂടി ഡയറക്റ്റ് ഒരു RSS പരിപാടിയാണ്. അവിടെ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിലാണ് പ്രതിപക്ഷ നേതാവ് ഒരു നിലവിളക്ക് കത്തിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. പറവൂരിലെ മനക്കപ്പടി 2006 RSS പരിപാടി. അപ്പോൾ ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പരിപാടിയിൽ ഇപ്പോൾ താങ്കൾ RSSന്റെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ പോകുമോ? എനിക്ക് തോന്നുന്നില്ല താങ്കൾക്ക് പോകാൻ കഴിയുമെന്ന്. ഞാൻ ഒരിക്കലും RSSന്റെ പരിപാടിയിൽ പോകാറുമില്ല. RSSുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പോകില്ല എന്നും RSSനെതിരായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലപാട് തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് RSS എന്നുള്ള നിലപാട് തന്നെയാണ് എനിക്ക്. അതിനകത്ത് യാതൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. ശ്രീ VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട വിവാദം അന്ന് വന്നപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. അന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ക്ലാരിറ്റി അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ, നിങ്ങൾ RSSന്റെ പരിപാടിയിലാണോ പോയത്? അദ്ദേഹം RSSന്റെ പരിപാടിയിലല്ല ഞാൻ പങ്കെടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിലും മാധ്യമങ്ങളോടും പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും RSSന്റെ ഒരു പരിപാടിയിൽ പോയി വിളക്ക് കൊളുത്തുക എന്നുള്ള ഒരു നിലപാട് വിശദീകരണം വിശ്വസിക്കുകയും ADGP RSS നേതാക്കളെ കണ്ടപ്പോൾ അത് അങ്ങനെ RSS നേതാക്കൾ ആരെങ്കിലും കാണുന്നതിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ യുവരാജ് ഗോകുൽ പറയുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കുകയും റിജിൽ മാക്കുട്ടി, അതായത് VD സതീശൻ RSSന്റെ പരിപാടിയിൽ പോയി, അതിനുശേഷം അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തു. അത് പൊതുസമൂഹം വിശ്വസിക്കണം, അംഗീകരിക്കണം. പക്ഷെ മറുഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായാൽ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ തരത്തിലൊരു അതിനെ ആ രീതിയിൽ പ്രൊജക്ട് ചെയ്താൽ അത് വിശ്വസിക്കാൻ പാടില്ല. അല്ല, ഞാൻ അതല്ല പറയുന്നത്. 2006 നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയി ചർച്ച നടത്തി. അദ്ദേഹം ഏതോ പിന്നെ RSSന്റെ പരിപാടി പോയി എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? RSSന്റെ പ്രമുഖരായ നേതാക്കന്മാരെ ക്രമസമാധാന ചുമതലയുടെ ADGP ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോയത്? എന്താണ് കാര്യം? എന്തിനു വേണ്ടി കണ്ടു? എന്താണ് അവരുടെ ഇന്റൻഷൻ? ഒരു സ്വകാര്യ സന്ദർശനമാണ് എങ്കിൽ എന്തിനാണ് ഈ RSS നേതാവിനെ അദ്ദേഹം പോയി കാണുന്നത്? അതോ ഒരു RSS നേതാവിന്റെ കാറിൽ പോയി കാണേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനല്ലേ ഉത്തരം പറയേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ശ്രീ ഗോപികൃഷ്ണൻ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ശ്രീ K സുധാകരൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ കാര്യം എന്താ? CPM-കാരോട് K സുധാകരൻ RSSലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ CPM-നെതിരായി ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ K സുധാകരൻ RSSലേക്ക് പോകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള കഥയല്ലേ പറഞ്ഞത്? അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോഴത്തെ സാഹചര്യത്തിലും അല്ല, ശാഖയ്ക്ക് കാവൽ നിന്ന്. അതെ, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ ഞാൻ പറയാണ്. ശ്രീ K സുധാകരൻ കോൺഗ്രസിന്റെ പദവിയിൽ എത്തിയപ്പോൾ, കോൺഗ്രസിന്റെ പിന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ അത്തരമൊരു നിലപാടെടുത്തില്ല. അതേ സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംഘടനാ കോൺഗ്രസിന്റെ കാലത്ത് പ്രത്യേകിച്ച് അന്നത്തെ CPM ഉൾപ്പെടെയുള്ള മുന്നണി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് സംഘപരിവാറിന്റെ ജനസംഘവുമായി ചേർന്ന് നിന്ന് എന്നുള്ളത് നമുക്കറിയാം. K സുധാകരൻ ഇന്ന് വരെ അതേ കോൺഗ്രസിന്റെ അംഗമായി, പാർട്ടിയുടെ DCC പ്രസിഡന്റായി, KPCCയുടെ പ്രസിഡന്റായി, പാർട്ടിയുടെ ഭാരവാഹിയായി നിൽക്കുമ്പോൾ ഒരു തരത്തിലും RSS കാവൽ നിൽക്കേണ്ട BJP-യിലേക്ക് പോകണമെങ്കിൽ എനിക്ക് പോകുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോഴാണ്. എന്തുകൊണ്ട് അല്ല വിജയകുമാർ, എന്താ പറയാൻ കാരണം എന്നറിയോ? നിങ്ങൾ പോകുമോ? CPM പറയുന്നുണ്ട്. CPM പറഞ്ഞ ഞാൻ പോകുമെന്ന് ചോദിച്ചത്. അത് K സുധാകരന്റെ രാഷ്ട്രീയ ശൈലിയാണ്. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു എന്താ? K സുധാകരനെ വിജയിപ്പിച്ച RSSലേക്ക് പോകുന്നു. ഇപ്പൊ ആരാ പോയത്? ഞങ്ങളാണോ? EP ജയരാജൻ വീട്ടിലിരിക്കുന്നതിനാ? പ്രകാശ് ഞാനൊരു ഇടവേള എടുക്കട്ടെ, വളരെ പെട്ടെന്ന് പോകേണ്ടതാണ്, അതുകൊണ്ട് ഒന്ന് ഇടപെടുക.